വെൽക്കം ബാക്ക് ടു ഉമേഷ് എസ്. നമ്മൾ സാധനം മേടിക്കാനായിട്ട് കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയൊരു ഗേറ്റ് വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ അവരുടെ വീട്ടിലിറക്കി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു തള്ളു ഗേറ്റ് പണിയുകയാണ്. ഒരു 14 അടി നീളത്തിൽ ഒരു തള്ളു ഗേറ്റ് പണിയണം. അതിനുള്ള സാധനമാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. 2.5 ഫ്രെയിമും 2 സ്ക്വയർ ട്യൂബുമാണ്. നമ്മൾ വെർട്ടിക്കലായിട്ടാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാണ് നമ്മൾ പണിയാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം ഫ്രെയിമിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. 2.5 ട്യൂബിലാണ് നമ്മൾ ഫ്രെയിം അടിക്കുന്നത്. കോൺകുത്തെല്ലാം പിടിച്ച് നമ്മൾ ഗേറ്റിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് വെർട്ടിക്കലായിട്ട് 2 സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഓരോ പൈപ്പും കൊടുക്കുന്നത്. ആ സ്ക്വയർ ട്യൂബെല്ലാം കട്ട് ചെയ്ത് 3 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ പാകി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് അളവിലാക്കി എടുക്കണം. കോമ്പസ് വെച്ച് ഇങ്ങനെ കറക്റ്റാക്കി എടുക്കുകയാണ്. ഇത് കുറച്ച് ടാസ്ക് പണിയാണ്. കറക്റ്റാക്കി എടുക്കണം. കറക്റ്റാക്കി എല്ലാം വെച്ച് നമ്മൾ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ആക്കണം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാണ്. അപ്പോൾ ഗേറ്റ് ഗ്രൈൻഡ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വളഞ്ഞു കാണും. ഇത് 2 സൈഡും വെൽഡ് ചെയ്തുകൊണ്ട് ഇത് സൈഡിലോട്ട് വളയാൻ ചാൻസ് ഉണ്ട്. ഇതിനെ നൂത്തുകീർത്തി നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വളവ് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ 2 കട്ട സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മുടെ മാക്സിമം വെയിറ്റ് കൊടുക്കുകയാണ്. നമുക്ക് വെയിറ്റ് കുറവാണ്, എന്നാലും നമ്മൾ മാക്സിമം വെയിറ്റ് കൊടുത്ത് നോക്കുകയാണ്. നീളത്തിൽ കിടക്കുന്നുണ്ട് 2 കുലുങ്ങിയ നൂരും. ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന വീല്. ബിയറിങ് വീലാണ്. നല്ല സ്മൂത്തായിട്ട് ഓടിപ്പോകും ഉണ്ടാകും. ഇപ്പോൾ 2 വീലിങ്ങനെ 18 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. വീലെല്ലാം സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുകയാണ്. വളരെ സ്മൂത്തായിട്ട് ഓടിപ്പോകുന്നുണ്ട്. ഈ ബിയറിംഗ് വീല് വെച്ചാലുള്ള ഗുണം ഇതാണ്. ഇത് റിമൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഭാവിയിൽ ബിയറിങ് പോയാലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പാളം സെറ്റിംഗ് ആണ്.
അതിന് പാളത്തിന് വേണ്ടിയുള്ള ആംഗ്ലെയർ നമ്മൾ വളവടിച്ചെടുക്കുകയാണ്. പാളത്തിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റഡ് കൊടുക്കുന്നത് 1/2 ഇഞ്ച് ട്യൂബാണ്. അതൊരു 6 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റർലോക്ക് ഇടുന്നുണ്ട്. ഇൻ്റർലോക്ക് ഇടുന്ന കാരണമാണ് നമ്മളൊരു 6 ഇഞ്ച് കൊടുക്കുന്നത്. ഇതുപോലെ ടീ പോലെ വെച്ച് ഒട്ടിച്ചിട്ട് ഈ പാളത്തിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് ഒരു 2 അടി ഗ്യാപ്പിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റഡും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇനി നൈലോണിൻ്റെ റോളറാണ് നമ്മൾ മേളിൽ കൊടുക്കുന്ന ഒരു കൈ. ഇതിപ്പോൾ ഒരു ഫ്രെയിം കൂട്ടിയിട്ട് നമ്മളിത് 2 എണ്ണം വെച്ച് സെറ്റ് ചെയ്താണ് ഈ ലോക്ക് പീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. ഗേറ്റ് ഇത് കണക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ ഓടും. പിന്നെ STയുടെ എപ്പോക്സി പ്രൈമറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ NC പുട്ടി എടുത്തിട്ടുണ്ട്. പുട്ടി സൈഡിലേക്കിട്ട് ഹോളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അടയും. ഇതാണ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളവും നിൽക്കത്തില്ല. സാധാരണ ഈ പുട്ടി ഇട്ടായിരുന്ന ഇതിൻ്റെ ഇടയിൽ വെള്ളം നിന്ന് ഗേറ്റ് തുരുമ്പാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പുട്ടിയിട്ടിട്ടാണ് നമ്മുടെ പ്രൈമർ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പ്രൈമറൊക്കെ അടിച്ച് ഗേറ്റ് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ 2 ലോക്ക്, പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഹാൻഡിൽ. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ടൊരു നമ്മളൊരു ഡിസൈനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാധാ ഗേറ്റിനകത്തൊക്കെ വയ്ക്കുന്നൊരു ഫൈബർ പലകയാണ്. അപ്പോൾ ഇത് 3 പീസുണ്ട്. അതെടുത്ത് വെച്ചാണ് നമ്മൾ ചെറിയൊരു ഡിസൈൻ പ്ലാൻ ചെയ്യുന്നത്. 4 പീസുണ്ട്. തുണ്ട് അധികം വന്നൊരു പീസാണ് നമ്മളിത് ഡിസൈനാക്കി എടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു ഫ്രെയിം ആക്കിയിട്ട് ഒരു 4 പീസ് വെച്ച് ഒരു ഡിസൈനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഗേറ്റിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഗേറ്റിൻ്റെ രൂപം മാറി.
അപ്പോൾ ഗേറ്റ് വർക്ക് ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് സാധാരണ ഒരു പാവപ്പെട്ടവൻ്റെ ഗേറ്റ് എന്നുകൂടി അറിയപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.